നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കുറ്റൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ ഉൾപ്പെട്ട തൈമറവുങ്കര ശ്മശാന നിർമ്മാണം പൂർത്തിയാക്കാതെ കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം. പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് വേണ്ടിയുള്ള ശ്മശാനം കോതവിരുന്നി പാടശേഖരത്തിന് നടുവിലാണ്. 33 സെന്റ് സ്ഥലമാണ് ശ്മശാനത്തിനായി പഞ്ചായത്ത് ഏറ്റെടുത്തത്. വാതക ശ്മശാനത്തിന് 2 വർഷം മുൻപ് മന്ത്രി സജി ചെറിയാൻ തറക്കല്ലിട്ടു. എന്നാൽ ഇന്നിവിടെ ഒരു ഷെഡ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ശ്മശാനത്തിലെ ഷെഡ് പാടശേഖരങ്ങളിലെ വളം ഉൾപ്പെടെ സൂക്ഷിക്കാൻ കർഷകർ ഉപയോഗിക്കുന്നു. ശേഷിക്കുന്ന ഭാഗം കാട് പിടിച്ച് കിടക്കുന്നു. പാടത്തിന് നടുവിലുള്ള ഇവിടെ മഴക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിനാൽ മൃതദേഹം കൊണ്ടുവരിക ഏറെ പ്രയാസകരമാണ്. 2021-22 വർഷം കുറ്റൂർ പഞ്ചായത്ത് 6 ലക്ഷം രൂപയും 2022-23 വർഷം 13 ലക്ഷത്തിലധികം രൂപയും ചെലവഴിച്ചതായി പ്രസിഡന്റ് അനുരാധ സുരേഷ് പറഞ്ഞു. 1 കോടി രൂപയെങ്കിലും ചെലവഴിച്ചാലേ ശ്മശാനം പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. ഇവിടേക്കുള്ള റോഡിന് മാത്രം 60 ലക്ഷം രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഫണ്ട് മാത്രം ഉപയോഗിച്ച് ഇത് പൂർത്തിയാക്കാൻ കഴിയില്ല. പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഇത് സംബന്ധിച്ച് പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. എന്നാൽ വെള്ളം കയറുന്ന പാടത്തിന് നടുവിൽ ശ്മശാനം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ചെലവിരട്ടിയാക്കും എന്ന് പൊതുപ്രവർത്തകനും നാട്ടുകാരനുമായ VR രാജേഷ് തിരുവല്ല മീഡിയയോട് പറഞ്ഞു. പഞ്ചായത്ത് 20 ലക്ഷം രൂപ ശ്മശാനത്തിനായി ചെലവഴിച്ചു എങ്കിലും ചുറ്റുമതിൽ പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായുള്ള ശ്മശാനം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുറ്റൂർ പഞ്ചായത്തിൽ പൊട്ടൻമലയിലാണ് ഇപ്പോൾ പൊതു ശ്മശാനം ഉള്ളത്. ഈ ശ്മശാനത്തിന് പല സാമുദായിക സംഘടനകളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നവീകരിച്ചാൽ ഏറെ പേർക്ക് ഉപകാരപ്രദമാകും എന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.